ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് 3 സ്റ്റഡാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാനൊരു ലീഫ് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കിതൊരു മയിൽപ്പീലി ഷേപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ചെറിയൊരു കട്ടായിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കൂടുതൽ കളറിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തൊന്ന് ഹാങ്കിങ് ബീഡ്സ് ഒന്ന് യു പിന്നിൽ വെച്ചിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു സ്ക്വയർ കുക്കി കട്ടർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് സ്മൂത്ത് ചെയ്തിട്ട് നമുക്ക് സൈഡിൽ നിന്നൊന്ന് രണ്ട് സൈഡിൽ നിന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റി ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഞാൻ രണ്ട് സൈഡും ഒന്ന് പതുക്കെ ഒന്ന് കട്ട് ചെയ്തു. ഇനി സെൻറ്ററായിട്ട് ഒന്ന് സെൻറ്റർ ഷേപ്പ് വെച്ച് ഒന്ന് വളച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, ലൈറ്റായിട്ടൊന്ന്. ഇപ്പോൾ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് ഇത്. ഫുൾ കളർഫുള്ളായിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് ഇയറിങ്സിലും നമുക്കിതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് ബീഡ്സ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റിക്കി ബീഡ്സ് ഒരു 4 എണ്ണം രണ്ടാം കുഴിയിൽ വെച്ചെടുത്തിട്ടുള്ള വളരെ ചെറിയ സ്റ്റിക്കി ബീഡ്സ് 4 എണ്ണം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഇയറിങ്സും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആക്കാൻ വെക്കാം നമുക്ക്. നെക്സ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഒരു റൗണ്ട് ഷേപ്പ് കുക്കി കട്ടർ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി റൗണ്ട് ഡിസൈൻ നമുക്ക് പെന്നിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് റൗണ്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി ഇതിനകത്ത് നമുക്ക് ഹാങ്കിങ് ബീഡ്സ് ഒന്ന് ഫിറ്റ് ചെയ്യാം. യു പിൻ വെച്ചിട്ട് നമുക്കൊന്ന് ഹാങ്കിങ് ബീഡ്സ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഹാങ്കിങ് ബീഡ്സ് എല്ലാം നേരത്തെ തന്നെ ഡ്രൈ ആക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ഇയറിങ്സും അങ്ങനെ സ്റ്റഡ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഡ്രൈ ആക്കി ബേക്കായിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റഡെല്ലാം ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് പെയിൻറ്റ് ചെയ്യാം. ഫസ്റ്റ് ഞാനൊരു ആൻറ്റിക് ഗോൾഡ് കളറാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു ആൻറ്റിക് ഗോൾഡ് കളറ് കോട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലും എല്ലായിടത്തും ഒരുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഡാർക്ക് ബ്ലൂ കളർ വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നതിന്. പിന്നെ എൻ്റെ സെൻറ്ററിലായിട്ടും ഡാർക്ക് ബ്ലൂ കളറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലൈറ്റ് ബ്ലൂ കളർ വെച്ച് ഒന്ന് ഉള്ളിലൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കണേണ്. ഇനി നമുക്ക് ഡാർക്ക് ഗ്രീൻ കളർ വെച്ചിട്ട് ഒന്ന് സെൻറ്റർ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ലൈറ്റ് ഒരു ഷൈനിങ് ഉള്ള ഒരു ഷിമ്മറിങ് കളർ വെച്ചിട്ട് ലൈറ്റ് ബ്ലൂ കളർ ഷിമ്മറിങ് കളറാണ്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് സെൻറ്റർ ഒന്നും കൂടി ഒരു ഷൈനിങ്ങിന് വേണ്ടിയിട്ട് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണതാണ്. അപ്പോൾ നമ്മുടെ ഈ സെറ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇതിനകത്ത് നമുക്ക് ആൻറ്റിക് ഗോൾഡിൻ്റെ ഫസ്റ്റ് കോട്ട് ആൻറ്റിക് ഗോൾഡാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് ബാക്കിലും സൈഡിലും എല്ലാം ആൻറ്റിക് ഗോൾഡ് തന്നെയാണ് കൊടുക്കുന്നത്. ബീഡ്സിലും ആൻറ്റിക് ഗോൾഡ് തന്നെ കൊടുക്കാം. അപ്പോൾ ഇത് ഫുൾ കളർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓറഞ്ച് കളറ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് രണ്ട് ഇയറിങ്സിലും ചെയ്യേണ്ടത്. പിന്നെ ഇത് ഡാർക്ക് ബ്ലൂ കളറാണ്. പിന്നെ ഒരു സൈഡിലായിട്ട് റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി സെൻറ്ററിൽ രണ്ട് കളറിൽ ഒരു സൈഡിൽ പിങ്കും ഒരു സൈഡിൽ ഗ്രീൻ കളറുമാണ് കൊടുക്കുന്നത്. പിന്നെ ലൈറ്റ് ബ്ലൂ കളറ് ലാസ്റ്റത്തെ ഒരു ഇതിനകത്ത് ലൈറ്റ് ബ്ലൂ കളറാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ബാക്കി രണ്ട് സൈഡ് ഗോൾഡ്. അപ്പോൾ ഇതിൻ്റെ കളറിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇത് നല്ല ഈസി ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഫസ്റ്റ് കോട്ട് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ റൗണ്ട് ഷേപ്പിലും നമുക്ക് ഗോൾഡൻ കളർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു ടൂൾ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് റൗണ്ടൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണ് ഇങ്ങനത്തെ ഒരു ടൂൾ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ. ടിപ്പ് ഒരു റൗണ്ട് ഷേപ്പാണ് ഇതിൻ്റെ. അപ്പോൾ അതിൻ്റെയും കളറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടൊന്ന് വാർണിഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് പിന്നൊന്ന് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ കുറച്ചൊന്ന് സ്റ്റഡിൻ്റെ ബാക്കിൽ നമുക്ക് ഇതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ 3 സ്റ്റഡും നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും 3 സ്റ്റഡും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.